2024 നീറ്റ് എൻട്രൻസ് എക്സാം അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമാണ് ആപ്ലിക്കേഷനുമായും എക്സാമും ഒക്കെയായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുള്ളത്. അവരുടെ സംശയങ്ങളെല്ലാം ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന പ്രോഗ്രാമിനുള്ളിലും കമൻറ്റുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൃത്യമായ മറുപടി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പറഞ്ഞു തരിക എന്ന ഏകലക്ഷ്യത്തോടു കൂടി ശിവൻ സാർ തയ്യാറെടുത്ത് നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമുക്ക് ആദ്യമേ തന്നെ കഴിഞ്ഞ വാരത്തിൽ നമ്മുടെ എപ്പിസോഡുകളിൽ വന്ന കമൻറ്റുകൾ ഒന്ന് കാണാം. CUET or IGET exam, KEAM registration, KEAM application certificates, photo and signature NEET application, KEAM application important documents, Calicut Medical College OBC category BDS cutoff, ESI BSc Nursing NEET score, KEAM application documents, EWS certificate validity, KEAM registration, OIC category certificates validity, general category ESC IP quota cutoff, NEET 2024 application details, name changing duration correction time, EWS ESI minority benefits, SC students tuition fees, NEET application SSLC mark. സർ, ആദ്യത്തെ തന്നെ നമ്മുടെ ചോദ്യം ഒരുപാട് പേരൻസും കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു സംശയമാണ്. നമ്മുടെ കീമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായോ? കേരള എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ 4 കോഴ്സുകളിലോട്ടുള്ള കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണറുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള രജിസ്ട്രേഷനാണ് എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്യേണ്ടത്. കേരളത്തിലുള്ള ഏതാണ്ട് 1.5 ലക്ഷത്തോളം കുട്ടികൾ അപേക്ഷിക്കുന്ന വെബ്സൈറ്റാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജിലോ ഒരു BDS കോളേജിലോ അഗ്രികൾച്ചർ, വെറ്റിനറി, അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലകളിൽ ഇതിലെല്ലാം പ്രവേശനം കിട്ടണമെങ്കിൽ നിർബന്ധമായും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് KEAM 2024. നമുക്കറിയാം എഞ്ചിനീയറിങ്ങിൻ്റെ മോഡ് ഇത്രയും നാളും ഓഫ്ലൈനായിട്ട് നടന്ന എക്സാം ഓൺലൈനിലോട്ട് മാറുകയാണ്. അതിൻ്റെ വിവിധ പ്രോസ്പെക്ടസിൻ്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. അതിനിതുവരെ ഗവൺമെൻറ് അംഗീകാരമായിട്ടില്ല. അതുകൊണ്ടാണ് കേരള ആപ്ലിക്കേഷൻ അല്പം താമസിക്കുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 3-ാമത്തെ ആഴ്ച 20-ാം തീയതിക്ക് ശേഷം മാത്രമേ, മാർച്ച് 20-ാം തീയതിക്ക് ശേഷം മാത്രമേ KEAM 2024 മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളതിനാണ് നമുക്കറിയാൻ കഴിയുന്നത്. മെഡിക്കലിന് ഇപ്പോൾ നമുക്കറിയാം MBBS ഗവൺമെൻറ് മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകൾ, അവിടുത്തെ മൈനോറിറ്റി കോട്ട, NRI കോട്ട, ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കേരള മെഡിക്കൽ വഴിയാണ് നമുക്ക് പ്രവേശനം കിട്ടുന്നത്. കേരളത്തിലെ അഗ്രികൾച്ചറിനും ആയുർവേദത്തിനും ഹോമിയോയ്ക്കും ഫിഷറീസ്, ഫോറസ്ട്രി 13 മെഡിക്കൽ കോഴ്സുകൾക്കും നീറ്റിൻ്റെ മാർക്കനുസരിച്ച് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് പ്രവേശനം. ഇതിനെല്ലാമാണ് നമുക്ക് കീമിന് അപേക്ഷ കൊടുക്കേണ്ടത്. മെഡിക്കൽ എന്ന വിഭാഗം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളെങ്കിൽ യാതൊരുവിധ പ്രവേശന പരീക്ഷയും കേരള എൻട്രൻസ് കമ്മീഷനുടേതായിട്ടില്ല. എഞ്ചിനീയറിങ്ങിനും അതുപോലെ തന്നെ ബിഫാമിനും മാത്രമാണ് കേരള എൻട്രൻസ് കമ്മീഷൻ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ ഈവൻ മെഡിക്കലിന് നമുക്ക് അത്രയും താല്പര്യമുള്ളൊരു സീറ്റ് കിട്ടിയില്ല എങ്കിൽ എഞ്ചിനീയറിങ്ങിനാണ് പ്രവേശിക്കേണ്ടതെങ്കിൽ ഒരൊറ്റ ആപ്ലിക്കേഷൻ വഴി തന്നെ മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും ഇനി അഥവാ ബിഫാമിനും താല്പര്യമുണ്ട് ഇതിനൊക്കെ നമുക്ക് അപേക്ഷകൾ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം റാങ്ക് വന്നതിന് ശേഷം നമ്മുടെ കാൻഡിഡേറ്റ് അല്ല പേരൻ്റാണ് തീരുമാനിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏത് കോഴ്സിന് ചേരണമെന്ന്. ഒരാൾ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും ബിഫാമിനും അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് എഞ്ചിനീയറിംഗ് മാത്രമല്ല കിട്ടുക. അദ്ദേഹത്തിന് അർഹതയുള്ള ഗവൺമെൻറ് MBBSന് നല്ല മാർക്കുണ്ടെങ്കിൽ അത് കിട്ടും. ഇനി ആദ്യം പോയി എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുത്തെന്ന് വിചാരിച്ച് മെഡിക്കൽ ക്യാൻസൽ ആവുകയില്ല. അപ്പം അർഹതയ്ക്കനുസരിച്ച് റാങ്കിൻ്റെയും മാർക്കിൻ്റെയും റിസർവേഷൻ്റെയും അർഹതയ്ക്കനുസരിച്ചുള്ള ഓരോ കുട്ടികൾക്കും താല്പര്യമുള്ള കോളേജുകളുടെ ഒക്കെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ പിന്നീടാണ്. ഇപ്പം നമുക്ക് ഈ 4 കോഴ്സുകളിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ, ഇതിൽ മെഡിക്കൽ എന്ന് പറയുമ്പോൾ MBBSും BDSും എല്ലാം വന്നു. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ബിടെക്കിൻ്റെ ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖല, അതുപോലെ തന്നെ അർദ്ധ സർക്കാർ മേഖല, ബിഫാം ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖല. അപ്പോൾ ഈ 4 കോഴ്സുകൾക്ക് മാത്രം ഇപ്പോൾ അപ്ലൈ ചെയ്താൽ മതി. അതിൽ എഞ്ചിനീയറിംഗ് ബിഫാം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പരീക്ഷ കൂടി എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വർഷം കേരള എഞ്ചിനീയറിങ്ങിൻ്റെയും ബിഫാമിൻ്റെയും പരീക്ഷ മെയ് 15 മുതലാണ്. ഓൺലൈൻ മോഡായിരിക്കും. ഓൺലൈൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം ഒരു ദിവസം കൊണ്ട് പരീക്ഷ തീരുകയില്ല.
ഇത്രയും 75,000-ത്തോളം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഒരു 5 ദിവസമെങ്കിലും പരീക്ഷ നീണ്ടു നിൽക്കും. ഒരു കുട്ടിക്ക് ഒരു ദിവസമേ ഉള്ളൂ, പക്ഷേ പല കുട്ടികൾക്കും പല ദിവസവും പല ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ താമസിക്കുന്നത്. മാർച്ച് 3-ാമത്തെ ആഴ്ച കീം 2024 രജിസ്ട്രേഷൻ ആരംഭിക്കും. സർ, ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ്, CUET ആൻഡ് ഐക്കർ 2 എക്സാം ആണോ? അഗ്രികൾച്ചറിന് അപ്ലൈ ചെയ്യാൻ ഏതൊക്കെ എക്സാം എഴുതണം? അഗ്രികൾച്ചർ, അതായത് BSc അഗ്രികൾച്ചർ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് കേരളത്തിൽ 2 രീതിയിൽ പ്രവേശനം കിട്ടും. ഒന്ന്, നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കേരളത്തിലെ 4 അഗ്രികൾച്ചർ കോളേജിൽ പ്രവേശനം കിട്ടും. ഇത് കൂടാതെ തന്നെ ഇവിടുത്തെ 15% സീറ്റുകൾ CUET-യിൽ മെയ് 15 മുതൽ മെയ് 31 വരെയുള്ള CUET-യുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ച് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് കേരളത്തിലെ 15% സീറ്റും ഇന്ത്യയിലെ മുഴുവൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ 15% സീറ്റും. അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ളതും അല്ലാതെയുമുള്ള BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, ബയോടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഫിഷറീസ്, ഫോറസ്ട്രി, ഇതിനെല്ലാം CUET-യുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പെർസെൻറ്റേജ് സ്കോറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു കുട്ടി CUET-ക്ക് അപ്ലൈ ചെയ്യുമ്പം അയാൾ +1 +2 ഏത് സബ്ജക്റ്റുകളാണോ പഠിച്ചത് ആ സബ്ജക്റ്റുകളും ഈ ലാംഗ്വേജ് ഇംഗ്ലീഷ് അതും സെലക്ട് ചെയ്താൽ ഇതിനെല്ലാം പ്രവേശനത്തിന് യോഗ്യത കിട്ടും. അപ്പം ലാംഗ്വേജ് എഴുതണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ അഗ്രികൾച്ചറിനാണ് പ്രവേശനം വേണ്ടതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ ഫിസിക്സ്, കെമിസ്ട്രിയോ മാത്സോ എഴുതിയാൽ മതി. അതല്ലാതെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ഒരു ഡിഗ്രി പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും കൂടെ എഴുതുന്നത് നല്ലതാണ്. ഇനി ഫോറിൻ ലാംഗ്വേജോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജനറൽ ടെസ്റ്റും എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 6 സബ്ജക്റ്റിൽ പരീക്ഷ എഴുതാം. അതിൽ +1 +2 പഠിച്ച സിലബസുകൾ ആയിരിക്കണം ഉൾപ്പെടുത്തേണ്ടതെന്ന് മാത്രം. അപ്പോൾ 2 എക്സാമുകളല്ല, CUET ഒരൊറ്റ എക്സാമിൽ നിന്ന് ഡിഗ്രി പ്രവേശനവും കിട്ടും, ICR വഴിയുള്ള BSc അഗ്രികൾച്ചർ പ്രവേശനവും ലഭിക്കും. സർ, അടുത്തൊരു ചോദ്യം, OBC മൈനോറിറ്റി കിട്ടാൻ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? നമുക്ക് OBCയും മൈനോറിറ്റിയും ഇത് രണ്ടും രണ്ടാണ്. വില്ലേജ് ഓഫീസർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മുസ്ലിം ആയിട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നോൺ ക്രിമിനലിനും അർഹതയുണ്ടാവും, മൈനോറിറ്റിക്കും അർഹതയുണ്ടാവും. ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് വില്ലേജ് ഓഫീസ് എന്നുള്ള നോൺ ക്രിമിനൽ ആണെങ്കിൽ കേരളത്തിലെ ആ OBC റിസർവേഷനും കിട്ടും, മൈനോറിറ്റി റിസർവേഷനും കിട്ടും. അതല്ലാത്ത വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനോറിറ്റി റിസർവേഷൻ കിട്ടും, OBC അല്ല അവർ. ഇനി മുസ്ലിംസ് നമുക്കറിയാം നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അവർ മൈനോറിറ്റി ആയിട്ട് OBC ആയിട്ട് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി റിസർവേഷൻ കിട്ടാത്ത അല്ലെങ്കിൽ OBC കിട്ടാത്ത മുസ്ലിംസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മൈനോറിറ്റി ആയിട്ട് പരിഗണിക്കും. സർ, അടുത്തൊരു ചോദ്യം, ഐ കാൺ ഫൈൻഡ് മൈ ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ ഇൻ മൈ ഡൗൺലോഡഡ് ആപ്ലിക്കേഷൻ, ഈസ് ദർ ഈസ് എനി പ്രോബ്ലം? ഇപ്പോൾ നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാന ഘട്ടത്തിലാണ് നമുക്കറിയാം. അതുകൊണ്ട് സെർവർ ബിസി ആകാതിരിക്കാനായിട്ട് അവർ PDF-ലോട്ട് ജനറേറ്റ് ചെയ്യുന്നതിനകത്തുള്ള ഇമേജുകളെല്ലാം ഇൻറ്റു മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അത് എല്ലാവരുടെയും അങ്ങനെയാണ്. അതുകൊണ്ട് ആരും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. അത് അവരുടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ സെർവർ ബിസി ആകാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ മാത്രമാണ്. നമുക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഇമേജുകളെല്ലാം അതിനകത്ത് കാണാം. കറക്ഷൻ വിൻഡോ സമയത്തും ലോഗിൻ ചെയ്തിട്ട് ആ ഇമേജുകളൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. ആരും അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം വേറെ ഇമെയിൽ അയക്കാനോ ഇമേജ് അപ്ലോഡ് ആയില്ലെന്നോർത്ത് പേടിക്കാനോ ഒന്നും ഇല്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. സർ, അടുത്തൊരു ചോദ്യം, കേരളയ്ക്ക് മെഡിക്കൽ ആപ്ലിക്കേഷൻ സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ? സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകിയാൽ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോയാൽ മതിയാകുമോ? കീം 2024 നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ 1 മാസത്തെ സമയമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് മാർച്ച് 20 ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നതെന്ന് വിചാരിക്കുക. ഏപ്രിൽ 20 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വീണ്ടും ഒരു 10 ദിവസം അനുവദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ OBC വെച്ചു, പക്ഷേ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഈ 40 ദിവസത്തിലും പറ്റിയില്ല എന്നിരിക്കട്ടെ, നമ്മൾ നോൺ ക്രിമിനൽ എന്ന് പറയുകയും ചെയ്തു. വീണ്ടും 1 മാസം സമയമുണ്ട് നമുക്ക് നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്യാൻ. കാരണം എന്താ, ഈ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ അവർ വെരിഫൈ ചെയ്യുമ്പം ഈ കുട്ടി ഈഴവയാണ് അല്ലെങ്കിൽ മുസ്ലിമാണ്. പക്ഷേ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഈഴവാന്ന് പറഞ്ഞിട്ടുണ്ട്, നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന കാരണം കൊണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുമോ ആപ്ലിക്കേഷൻ ജനറലോട്ട് പോവുകയോ അല്ല ചെയ്യുന്നത്. പകരം
കേരള എൻട്രൻസ് കമ്മീഷൻ ആ കുട്ടിക്ക് ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യും. ഓക്കെ. താങ്കൾ OBC ക്ലെയിം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും 1 മാസത്തെയും കൂടെ സമയം കിട്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ. പക്ഷേ ഇതിനൊന്നും നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതെ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകാനുള്ളൊരു പ്രൊവിഷൻ കേരളത്തിലില്ല. സർ, അടുത്തൊരു ചോദ്യം. OBC കാറ്റഗറി BDS കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എത്ര മാർക്ക് വേണം സർ? OBC കാറ്റഗറിയൊക്കെ നമ്മൾ കേരള മെഡിക്കലൊക്കെ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഏത് കാസ്റ്റാണെന്ന് പറയണം. കാരണം കേരളത്തിൽ ജാതി തിരിച്ചാണ് റിസർവേഷൻ. ഈഴവ 9%, മുസ്ലിം 8%, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, ധീവര, അങ്ങനെ ധാരാളം റിസർവേഷൻ കേരളത്തിലുണ്ട്. അതുകൊണ്ട് OBC എന്ന് മാത്രം പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു കോളേജിലെയും റിസർവേഷനെ കുറിച്ച് അറിയാനാവുകയില്ല. ഇവിടെ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊരു മുസ്ലിമാണെന്ന് വിചാരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ 600 മാർക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു 590 മാർക്ക് വരെയൊക്കെ ഉണ്ടെങ്കിലും കോഴിക്കോട് BDS കിട്ടിയിട്ടുണ്ട്. ഇനി ഈഴവ കാറ്റഗറിക്ക് ആണെങ്കിൽ 580, 570 വരെയാണെങ്കിലും കോഴിക്കോട് BDS ലഭിച്ചിട്ടുണ്ട്. സർ, അടുത്തൊരു ചോദ്യം. സർ, വിച്ച് ഓൾ ഡോക്യുമെന്റ്സ് ഷുഡ് ബി കെപ്റ്റ് റെഡി ഫോർ കീം മെഡിക്കൽ കോളേജ് ആപ്ലിക്കേഷൻ, സ്പെസിഫൈ സ്പെഷ്യലി ഇഫ് വി ഹാവ് എ കാറ്റഗറി? കീം 2024 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ജനറലായിട്ടുള്ള ഒരാളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ. ഫോട്ടോയും സിഗ്നേച്ചറും കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖയും ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന രേഖയും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയുമാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടത്. കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുസ്ലിം ആണെങ്കിൽ അല്ലെ ഈഴവയാണെങ്കിൽ അല്ലെ വിശ്വകർമ്മയോ ധീവരയോ ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ OEC കാറ്റഗറി ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പം ഏത് റിസർവേഷനാണോ ക്ലെയിം ചെയ്യുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സ്പോർട്സ് അല്ല NCC ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഫീസ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് മാത്രം. NCC ആണെങ്കിൽ ജില്ലാ തലത്തിലുള്ള NCC ഓഫീസ് വഴി അപ്ലൈ ചെയ്യണം. നമ്മുടെ ഈ കേരളയ്ക്കകത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനില്ല. സ്പോർട്സ് ആണെങ്കിലും നമ്മുടെ കേരളയുടെ സൈറ്റിനകത്ത് സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. സ്പോർട്സ് എന്ന് നമ്മൾ റിസർവേഷൻ പറഞ്ഞാൽ മതി. പകരം കേരളത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും സ്പോർട്സിന് നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടണോ അതൊക്കെ കൂടെ നമ്മൾ തിരുവനന്തപുരത്തിന് സ്പോർട്സ് കൗൺസിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു കാറ്റഗറി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. SC ST വിഭാഗമാണെങ്കിൽ തഹസീൽദാരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും. സർ, അടുത്തൊരു ചോദ്യം. EWS സർട്ടിഫിക്കറ്റ് 2022-23 2023-24 കീം അപ്ലൈ ചെയ്യാൻ പുതിയതെടുക്കണം. നമുക്ക് സാമ്പത്തിക വർഷം 2022-23 തന്നെയാണ് കേരള മെഡിക്കലിന് വേണ്ടത്. പക്ഷേ ഇത് എടുത്തു തൊട്ട് 1 വർഷം ഇതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ താങ്കളുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം ആകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മാർച്ച് അവസാനം വരെ അതിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ മതി. അതല്ല അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയെങ്കിൽ അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡ് ആയിരിക്കണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ നിയമം. അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോയി, ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എടുത്താന്ന് വിചാരിക്കുക, അല്ലെ കഴിഞ്ഞ മാർച്ചിൽ എടുത്താന്ന് വിചാരിക്കുക, 2023 മാർച്ചിലോ ജനുവരിയിലോ ഫെബ്രുവരിയിലോ എടുത്താണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാനാവില്ല. ഈ അപേക്ഷിക്കുന്ന സമയത്തും, അതായത് 2024 മാർച്ച് 20 ശേഷവും ഏപ്രിലുമൊക്കെ അതിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എടുത്ത ഡേറ്റ് തൊട്ട് 1 വർഷം വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. സർ, അടുത്തൊരു ചോദ്യം. സർ, ഞാൻ OEC കാറ്റഗറിയാണ്. കീം മെഡിക്കൽ കോളേജ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ NCL സർട്ടിഫിക്കറ്റ് ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ അല്ലേ. മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ ആണെന്നിരിക്കട്ടെ, ഡേറ്റ് അതൊന്നും അല്ല അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയാണെന്നിരിക്കട്ടെ, ആ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ല, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും നിർബന്ധമായും OEC സമുദായം അപ്ലോഡ് ചെയ്തിരിക്കണം. സർ, വാട്ട് ഈസ് ദ കട്ട് ഓഫ് മാർക്ക് ഫോർ ESA IP കോട്ട ഇൻ ജനറൽ കാറ്റഗറി? ഏതാണ്ട് 63,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള കുട്ടിക്കാണ് ESAയുടെ 11 കോളേജിൽ 24,000 രൂപ വാർഷിക ഫീസ് കൊണ്ട് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയത്. ഏതാണ്ട് 545 മാർക്ക് 550 മാർക്കാണെന്നു കട്ട് ഓഫ് എന്ന് വിചാരിക്കുക. ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഇയർ NA എന്നാണ് കൊടുത്തത്. സെക്കൻഡ് ഇയർ 1200 കൊടുക്കുകയും ചെയ്തു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? തീർച്ചയായിട്ടും. നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷനിൽ
+1-ൻ്റെയും +2-ൻ്റെയും മാർക്ക് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ എൻട്രൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആപ്ലിക്കേഷനിൽ വെച്ചു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. മാർക്കിൻ്റെ കാര്യത്തിൽ മാർക്കിൻ്റെ കാര്യം, ഏത് വർഷം പാസ്സായി, ഏത് കോഡ് കൊടുത്തു, സ്കൂളിൻ്റെ അഡ്രസ്സ് എന്ത്, സ്കൂളിൻ്റെ പിൻകോഡ് എന്ത്, അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. താങ്കൾ ഫസ്റ്റ് ഇയർ എന്നെ കൊടുത്തു, യാതൊരു കുഴപ്പവുമില്ല. സെക്കൻഡ് ഇയർ താങ്കൾ 1200 കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 600 കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നമ്മുടെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ എന്ത് കൊടുത്തു എന്നുള്ള പ്രസക്തിയില്ല. ഓഗസ്റ്റിൽ നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിന് നമുക്ക് 50% മാർക്കുണ്ടെന്നുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം മതിയാകും. കോളേജിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്. സർ, അടുത്തൊരു ചോദ്യം. മദേഴ്സ് നെയിം ആൻഡ് ഫാദേഴ്സ് നെയിമിൻ്റെ പ്ലേസ് ഇൻ്റർചേഞ്ച്ഡ് ആയിപ്പോയി, ഇത് കറക്ഷൻ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നീറ്റിൻ്റെ 1 ടൈം കറക്ഷൻ ഫെസിലിറ്റി ഓൺലൈൻ ആപ്ലിക്കേഷൻ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരാഴ്ചത്തേക്കുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കാൻഡിഡേറ്റിന് കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇതൊരു 1 ടൈം കറക്ഷൻ ഫെസിലിറ്റിയാണ്. ഒരിക്കൽ മാത്രമേ നമുക്ക് തിരുത്താനാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ 1 ടൈം കറക്ഷൻ വിൻഡോയിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഓൺലൈനായിട്ട് കൊടുത്ത പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് മുഴുവൻ ഒന്ന് പരിശോധിക്കുക. എവിടെയൊക്കെ തെറ്റുണ്ടെന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം മാത്രം അത് കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തു, സേവ് ചെയ്തു, പിന്നെ നാളെ നോക്കിയിട്ട് വേറൊന്ന് കറക്റ്റ് ചെയ്തു, അങ്ങനെ ആവില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിലേ കറക്റ്റ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറൊരു മാറ്റം വന്നാൽ നമുക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാനേ അവസരം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഇതൊരു 1 ടൈം കറക്ഷൻ ഫെസിലിറ്റിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, എക്സാം സെൻറ്റർ, ഇമേജസ്, അപ്ലോഡ് ചെയ്ത ഇമേജസ്, ഇതാണ് ഏറ്റവും പ്രധാനം. ഇത്ര മാത്രമേ പ്രാധാന്യമുള്ളൂ. ഇവയിൽ ഏതെങ്കിലും കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ 1 ടൈം കറക്ഷൻ ഫെസിലിറ്റി ഉപയോഗിക്കുക. അല്ലെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ അത് അപ്രസക്തമാണെന്ന് മാത്രം. സർ, EWS പ്ലസ് ESI പ്ലസ് മൈനോറിറ്റി ഉണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? നമുക്ക് മൈനോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം റിസർവേഷൻ കിട്ടുന്നതാണ്. ഓൾ ഇന്ത്യ തലത്തിൽ മൈനോറിറ്റിക്ക് യാതൊരുവിധ റിസർവേഷനും ഇല്ല. EWS സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് കിട്ടിയതായിരുന്നു എന്ന് വിചാരിക്കാം നമുക്ക്. കാരണം തഹസീൽദാരിൽ നിന്നാണോ വില്ലേജ് ഓഫീസിൽ നിന്നാണോ കിട്ടിയെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം ഒരു ESI ഉള്ള ആൾക്കാണെങ്കിൽ ഒരു 550 മാർക്കാണെങ്കിലും നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ ഒരു 24,000 രൂപ വാർഷിക ഫീസിൽ ESI വെച്ചുള്ള MBBS കിട്ടും. 610 മാർക്ക് വെച്ചിട്ട് ഇത് ESI ഇല്ലാത്ത ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത് ഓർക്കണം. അപ്പോൾ അത്രയും ബെനിഫിറ്റാണ് ESIക്ക് കിട്ടുന്നത്. ആ തഹസീൽദാറുടെ EWSും കൂടെ ഉണ്ടെങ്കിലോ 84,000 ഓൾ ഇന്ത്യ റാങ്ക്, ഏതാണ്ട് 510 മാർക്ക്, 500 മാർക്ക് വരെ ആണെങ്കിലും കഴിഞ്ഞ വർഷം MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതാണ് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. ഇനി കേരളത്തിൻ്റെ EWS ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഒരു 3300 കേരള മെഡിക്കൽ റാങ്ക് വരെ, ഒരു 158ാമത്തെ കാറ്റഗറി ഉള്ള ആൾ വരെ, 585ാമത്തെ മാർക്ക് വരെയൊക്കെ കേരളത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്. EWS ഇല്ലാത്ത ഒരാൾക്ക് 640 മാർക്കിനാണ് ഗവൺമെൻറ് കിട്ടിയതും കൂടെ ഓർക്കുക. മൈനോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ, അതായത് ക്രിസ്ത്യൻ കോളേജുകളിലുള്ള ഒരു മൈനോറിറ്റി റിസർവേഷനാണ്. 400 സീറ്റുകളാണ് 7.5 ലക്ഷം രൂപയ്ക്ക്. അത് 450 മാർക്ക് വരെയുള്ളവർക്കും കഴിഞ്ഞ തവണ കിട്ടിയിട്ടുണ്ട്. സർ, അടുത്തൊരു ചോദ്യം. കേരളത്തിൽ SC സ്റ്റുഡൻസിന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ട്യൂഷൻ ഫീ ഇല്ലാത്തതുപോലെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ട്യൂഷൻ ഫീ ഉണ്ടോ? SC, ST, ധീവര, OEC വിഭാഗത്തിന് കേരളത്തിൽ മാത്രമേ റിസർവേഷൻ കിട്ടുകയുള്ളൂ. കേരളത്തിന് പുറത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഇപ്പോൾ തമിഴ്നാട്ടിൽ സെൽഫ് ഫിനാൻസിങ് MBBS കേരളക്കാർക്ക് പഠിക്കണമെങ്കിൽ എത്ര ഫീസ്? 13.5 ലക്ഷം. കർണാടകത്തിൽ എത്രയാണ്? 11 ലക്ഷം. അത് നമ്മൾ SC ആണെങ്കിലും ST ആണെങ്കിലും ധീവരയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും കേരളത്തിന് പുറത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ മുഴുവൻ ഫീസും കൊടുത്തേ മതിയാകൂ. സർ, അടുത്തൊരു ചോദ്യം. നീറ്റ് ആപ്ലിക്കേഷനിൽ SSLC ടോട്ടൽ മാർക്ക് 650 കൊടുത്തത്, ഇത് ശരിയാകുമോ? നമുക്ക് എല്ലാം A+ കിട്ടിയവർക്ക് എത്ര മാർക്ക് കൊടുക്കണം എന്നൊരു നിബന്ധന NTA-ക്ക് ഇല്ല. അവിടെ നമുക്ക് പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ CGPA കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ A+നെ നമ്മൾ 100 മാർക്കെന്നും അതുകൊണ്ടെല്ലാം കിട്ടിയതിനെ 1000 എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 650 കൊടുക്കുന്നത് യാതൊരു തരത്തിലും ബാധിക്കുകയില്ല. അത് ഏകദേശം ഒരു ഡാറ്റാബേസ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രേഖയാണ്. സർ, ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഇയർ എടുത്തതാണ്, 3 ഇയർ വാലിഡിറ്റി ഉണ്ട് എന്ന് അക്ഷയ സെൻറ്റർ പറയുന്നു. അത് എനിക്ക് ഈ വർഷം വെക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും. മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. കഴിഞ്ഞ വർഷം എടുത്ത മൈനോറിറ്റി ഈ വർഷവും ഉപയോഗിക്കാം. സർ, അടുത്തൊരു ചോദ്യം. OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് അപ് ടു കഴിഞ്ഞ ജൂൺ വരെയുള്ള സമയങ്ങളാണ്. ക്യാൻ ഐ അപ്ലോഡ് ഇറ്റ് ഓർ ഗെറ്റ് ന്യൂ സർട്ടിഫിക്കറ്റ്? 2024 ജൂൺ വരെ ഈ നോൺ ക്രിമി ലെയറിന് വാലിഡിറ്റി ഉള്ളതുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കാം.
അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡ് ആയിരിക്കണമെന്ന് മാത്രമേ കേരള എൻട്രൻസ് കമ്മീഷർക്ക് നിയമമുള്ളൂ. സർ, ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് എന്നാണോ കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് അന്ന് മുതൽ ലാസ്റ്റ് ഡേറ്റ് വരെ ഏതെങ്കിലും ഒരു സമയത്ത് മൈനോറിറ്റി അപ്ലോഡ് ചെയ്തിരിക്കണം. സർ, മൈനോറിറ്റി സർട്ടിഫിക്കറ്റും നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും ഒന്നാണോ? ഒരു മുസ്ലിം വിഭാഗത്തിനെ സംബന്ധിച്ചും ഒരു ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിനെ സംബന്ധിച്ചും രണ്ടും ഒന്ന് തന്നെയാണ്. സർ, എയിംസ് നഴ്സിംഗിന് ബോയ്സിന് സീറ്റ് ഉണ്ടോ? BSc നഴ്സിംഗിന് 16ഓളം എയിംസ് മെഡിക്കൽ കോളേജുകളിൽ 1500ഓളം സീറ്റുകളുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമാണ്. സർ, അച്ഛൻ CRPF നിന്ന് പെൻഷനായ വ്യക്തിയാണ്. എനിക്ക് എക്സ് സർവീസ് കോട്ടയിൽ അപേക്ഷിക്കാൻ സാധിക്കും? CRPF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ RP എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സ് സർവീസ്മാൻ കോട്ടയിൽ പരിഗണിക്കുകയില്ല. സർ, മാഹി പുതുച്ചേരിയിൽ എക്സാം സെൻറ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റിന് മാഹിയിലും കേരളത്തിലും സെൻറ്റർ വയ്ക്കാമോ? കാൻഡിഡേറ്റ് പുതുച്ചേരി മാഹിയിലാണ്, പിതാവ് കേരളത്തിലും. കാൻഡിഡേറ്റ് 8th to 12th വരെ പഠിച്ചതും കേരളത്തിൽ തന്നെയാണ്. അച്ഛനോ അമ്മയോ കുട്ടിയോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സും പഠിച്ചത് എവിടെയാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ സീറ്റ് കിട്ടും. കീമിന് അപ്ലൈ ചെയ്യാം. മാഹിയിൽ അവിടെ ഡൊമിസിലായിരിക്കണം. അവിടെ പെർമനൻ്റ് അഡ്രസ്സും റേഷൻ കാർഡും സ്ഥലവും ഒക്കെ മാഹിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് കോട്ടയും കിട്ടും. യാതൊരു തരത്തിലും ഈ 2 സ്റ്റേറ്റിലുണ്ടെന്നുള്ള യാതൊരു കുഴപ്പവുമില്ല. നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ഈ 2 അഡ്രസ്സും വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കേരളത്തിൻ്റെയും ഒന്ന് മാഹിയിലെയും വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഹിയിൽ പരീക്ഷ എഴുതാം. സർ, OBC NCയിലാണ് നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ആനുവൽ ഇൻകം 8 lakhs above എന്നായിപ്പോയി. ബൈ മിസ്റ്റേക്ക് ആണ്. സോ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻകം ചോദിച്ചിരിക്കുന്ന ഒരു റേഞ്ചാണ്. 50,000, 1 ലക്ഷം, 2 ലക്ഷം മുതൽ 8 ലക്ഷം വരെ എന്നുള്ളത്. അതൊരിക്കലും നമ്മുടെ നോൺ ക്രിമിനലുമായിട്ടൊന്നും വെരിഫൈ ചെയ്യുന്നതല്ല. അതുകൊണ്ട് മാറ്റാൻ സാധിക്കും, പക്ഷെ അത് പ്രധാനപ്പെട്ടതല്ല. സാർ, നീറ്റ് അപ്ലൈ ചെയ്തപ്പോൾ 1 girl child എന്നത് സെലക്ട് ചെയ്തെങ്കിലും അത് സെലക്ട് ആയില്ലായിരുന്നു. കൺഫർമേഷൻ പേജ് എടുത്തപ്പോൾ നോ എന്നാണ് വന്നത്. അത് കറക്ഷൻ വിൻഡോ വരുമ്പോൾ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സിംഗിൾ ഗേൾഡ് ചൈൽഡ് എന്നുള്ളത് നമുക്കറിയാം. സീറ്റ് റിസർവേഷനോ നീറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ 500 രൂപ വീതം മാസത്തിലുള്ള സ്കോളർഷിപ്പ് സ്കീമുണ്ട് ഒരു സിംഗിൾ ഗേൾഡ് ചൈൽഡ്. അതായത് ആണും പെണ്ണുമായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സിബ്ലിംസും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഗേൾഡ് ചൈൽഡായിട്ട് പരിഗണിക്കും. ഈ ഒരു സ്കോളർഷിപ്പ് സ്കീം ചില കോളേജുകളിൽ അനുവദിച്ചിട്ടുണ്ട്. അവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ഒരു ചോദ്യം. അത് മാറ്റാനായിട്ട് സാധിക്കും, പക്ഷെ പ്രസക്തമല്ല. അതായത് ഇവിടെ കൊടുത്തില്ലെന്നോർത്തോളും നമുക്ക് ആ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് അനുവദിക്കാതിരിക്കില്ല. എൻ്റെ കുട്ടിയുടെ പേര് അഡ്രസ്സിൽ അച്ഛൻ്റെ പേരിൽ SSLC മാർക്ക് ലിസ്റ്റ് അച്ഛൻ്റെ പേരുണ്ട്. ഞാൻ ആധാറിലെ പേരാണ് വെച്ചത്. അത് തിരുത്തണോ? നമുക്ക് മെയ് 5-ാം തീയതി കൊണ്ടുപോകുമ്പോൾ ആധാറിലെ പേരെന്താണോ അതുപോലെയുള്ളതാണ് നല്ലത്. കോളേജ് അഡ്മിഷന് പോകുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും മാർക്ക് ലിസ്റ്റാണ് വെരിഫൈ ചെയ്യുന്നത്. അവിടെ വെരിഫൈ ചെയ്യുമ്പോൾ അതുപോലെ അല്ല പേരെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള 1 and same സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതിയാകും. സാർ, OBC വിശ്വകർമ്മയാണ്. കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ് വെക്കണമോ? വില്ലേജിൽ നിന്ന് OBC NCLൻ്റെ കൂടെ വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ് വാങ്ങാനാകുമോ? വിശ്വകർമ്മ വിഭാഗം അല്ലെങ്കിൽ ഏത് വിഭാഗമാണെങ്കിലും കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലിയർ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മെയ് 5-ന് എത്ര ഫോട്ടോ, പാസ്പോർട്ട് ആൻഡ് പോസ്റ്റ് കാർഡ് എത്ര എണ്ണം കൊണ്ടുപോകണം? ഏപ്രിൽ 25ഓടുകൂടി നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് മെയ് 5-ാം തീയതി നടക്കുന്ന നീറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ അഡ്മിറ്റ് കാർഡ് ഏതാണ്ട് 5 പേജോളം ഉണ്ടാകും. 1ാമത്തെ പേജിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കാൻഡിഡേറ്റിൻ്റെ തമ്പ് ഇംപ്രഷനും ഇട്ട് വെക്കുക. അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും പ്രിൻ്റ് ഔട്ടായിട്ട് തന്നെ ഉണ്ടാകും. അതിൻ്റെ താഴെയാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുകയും കുട്ടിയുടെ തമ്പ് ഇംപ്രഷൻ ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യേണ്ടത്. കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ എക്സാം ഹാളിൽ ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ ചെന്നിട്ടാണ് ഇടേണ്ടത്. അഡ്മിറ്റ് കാർഡിൻ്റെ 2ാം പേജിൽ പോസ്റ്റ് കാർഡ് സൈസിലുള്ള വലിപ്പത്തിലുള്ള ഫോട്ടോ, 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ഹൈറ്റുമുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയാണ് 2ാമത്തെ പേജിൽ ഒട്ടിക്കേണ്ടത്. 3, 4, 5 പേജ് അഡ്മിറ്റ് കാർഡിൻ്റെ ഇൻസ്ട്രക്ഷനാണ്. അത് പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടതായിട്ടില്ല. അപ്പോൾ 1ാമത്തെ പേജും 2ാമത്തെ പേജും കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം എക്സാം സെൻറ്ററിൽ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ മൊത്തം വേണ്ടത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 1 പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയുമാണ് വേണ്ടത്. അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാനും കൊണ്ടുപോകാനും കൂടി, രണ്ടിനും കൂടെ വേണ്ടിയിട്ട്. നോർമലി തഹസിൽദാർ ഇഷ്യൂസ് OBC NCL സർട്ടിഫിക്കറ്റ് ഇൻ എ പർട്ടിക്കുലർ ഫോർമാറ്റ്. ഡു വി നീഡ് ടു സബ്മിറ്റ് ദ OBC NCL സർട്ടിഫിക്കറ്റ് ഫോർ നീറ്റ്, JEE, etc. in a specific format different from what is normally issued by തഹസിൽദാർ? പ്ലീസ് ഗിവ് ഡീറ്റെയിൽസ്. നമുക്ക് ഓഫ്ലൈനായിട്ട് തഹസീൽദാരിൽ നിന്ന് തന്നെ എഴുതി മേടിക്കുന്ന നോൺ ക്രിമിലിയർ വേണമോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല.
നമ്മുടെ കേരളത്തിലെ അക്ഷയ സെൻറ്ററിൽ നിന്നുള്ള ഓൺലൈനായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ എല്ലായിടത്തും വാലിഡാണ്. സർ, ക്യാൻ ഐ സബ്മിറ്റ് TC ഫ്രം CBSE സ്കൂൾ എ ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്? കേരളത്തിലെ 7 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ 400 സീറ്റുകൾ 7.5 ലക്ഷം രൂപ ഫീസിൽ കിട്ടുന്ന മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്ത്യൻ എന്ന് കാണിക്കുന്ന ഏത് രേഖയും അപ്ലോഡ് ചെയ്യാം. താങ്കളുടെ 10ാം ക്ലാസ്സിൻ്റെ TCയിൽ ക്രിസ്ത്യൻ എന്നുണ്ടെങ്കിൽ അത് ധാരാളം മതിയാകും. സർ, കറക്ഷൻ വിൻഡോ ഫോർ NRI സ്റ്റുഡൻസ് ഫോർ സിറ്റി ചേഞ്ച് ഒരു വീഡിയോ ചെയ്യാമോ? തീർച്ചയായിട്ടും. കാരണം നീറ്റ് ആപ്ലിക്കേഷൻ തുടങ്ങിയതിൻ്റെ ആദ്യത്തെ 2 ആഴ്ചക്കാലം വിദേശത്തെ എക്സാം സെൻറ്റർ അനുവദിച്ചിട്ടില്ലായിരുന്നു. ഇനി 1 ടൈം കറക്ഷൻ വിൻഡോ വരുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു അഡ്രസ്സ് വിദേശത്തേക്കാക്കിയിട്ട് എക്സാം സെൻറ്റർ നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുകയും ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുകയും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എല്ലാ കുട്ടികളെയും അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സാർ, കൺഫർമേഷൻ പേജ് കിട്ടിയാൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഫോർ നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേയ്മെൻറ്റിന് ശേഷം 3 പേജ് ആപ്ലിക്കേഷൻ ഫോം PDF പേജ് നമുക്ക് കിട്ടുന്നതോടുകൂടിയാണ്. അപ്പം നമുക്ക് കൺഫർമേഷൻ പേജ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം കിട്ടിയതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കാം. നമുക്കിനി വേറെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നോർമലി ഇനി നമുക്ക് ഏപ്രിൽ അവസാനം അഡ്മിറ്റ് കാർഡ് എടുക്കുകയും മെയ് 5-ാം തീയതി പോയി പരീക്ഷ എഴുതുകയും ചെയ്താൽ മാത്രം മതി. ഇനി ഇതിനിടയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഫോം അല്ലെ കൺഫർമേഷൻ പേജ് വായിച്ച് നോക്കിയിട്ട് തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ പ്രധാനപ്പെട്ടത് വന്നിട്ടുണ്ടെങ്കിൽ അത് 1 ടൈം കറക്ഷൻ ഫെസിലിറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തെറ്റൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഇനി ഏപ്രിൽ 25 വരെയുള്ള സമയങ്ങളിൽ NTA നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും വെരിഫൈ ചെയ്യുന്ന സമയമാണ്. അത് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കുകയും നമുക്കത് വെബ്സൈറ്റ് വഴി മാറ്റുകയും ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുള്ളി ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തവർക്ക് യഥാർത്ഥത്തിൽ അഡ്മിറ്റ് കാർഡ് എടുത്ത് പരീക്ഷ എഴുതിയാൽ മതി. എന്നാലും എന്തെങ്കിലും തെറ്റുകൾ തിരുത്തുവാനുള്ളൊരു അവസരവും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജിൽ പോരായ്മയുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കുകയും അത് മാറ്റാനുമുള്ള ഒരു അവസരം ഇതിനിടയ്ക്ക് വരുന്നുണ്ടെന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതിയാകും. സർ, കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ OEC വിഭാഗം മന്ത്ലി ഇൻകം 8,000 വെച്ചാൽ കുഴപ്പമുണ്ടോ? നമുക്ക് 6 ലക്ഷം ആനുവൽ ഇൻകം വരാവുള്ളൂ എന്നാണ് നിയമം. അതുകൊണ്ട് 8,000 രൂപ ആനുവൽ ഇൻകം ഉള്ളവർക്ക് തീർച്ചയായിട്ടും കിട്ടും. 6 ലക്ഷം വരെ ഒരു വാർഷിക വരുമാനം നമുക്ക് പോയാലും 6 ലക്ഷത്തിൽ താഴെ നിന്നാൽ മതി OEC ആകാനായിട്ട്. പക്ഷേ നമുക്കിപ്പോൾ ഈഴവയ്ക്കോ മുസ്ലിമിനോ 6 ലക്ഷത്തിൽ താഴെന്ന് പറഞ്ഞ് ഒരിക്കലും OEC കിട്ടുകയില്ല. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലെ 30ഓളം കാസ്റ്റുകളെയാണ് OECയിലോട്ട് മാറ്റുന്നത്. ആ ജാതിയിൽപ്പെട്ടവർക്കാണ് 6 ലക്ഷത്തിന് താഴെ വരുമാനമെങ്കിൽ OECയിലോട്ട് ആപ്ലിക്കേഷൻ പോവുകയുള്ളൂ. അല്ലാതെ മുസ്ലിം, ഈഴവ, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ് അങ്ങനെയുള്ള വിഭാഗങ്ങളൊന്നും OECയിൽ പോവുകയില്ല, വരുമാനം എത്ര കുറവാണെങ്കിലും. സർ, ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം തഹസിൽദാർ ഈസ് വാല്യുബിൾ? ഏത് ആപ്ലിക്കേഷനാണെന്ന് പറഞ്ഞിട്ടില്ല. കേരള മെഡിക്കലിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഇൻകം സർട്ടിഫിക്കറ്റിന് പ്രത്യേകിച്ച് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രസക്തിയും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. അപ്ലോഡ് ചെയ്തില്ലെന്നോർത്തും കുഴപ്പമില്ല. എൻജിനീയറിങ്ങിന് നമുക്കറിയാം ഫീസ് വേവർ സ്കീമുണ്ട്. നമ്മളുടെ വരുമാനം കുറവാണെന്നുണ്ടെങ്കിൽ ഫീ വേവർ സ്കീം കിട്ടാനായിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതിയാകും. സാർ, എപ്പോഴാണ് അപ്പോൾ EWS സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്? അതൊന്ന് പറഞ്ഞു തരാമോ? എപ്പോൾ വേണമെങ്കിലും. ഇപ്പോൾ ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ EWS സർട്ടിഫിക്കറ്റ് എടുക്കാം. അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 1 വർഷം EWSന് വാലിഡിറ്റി ഉണ്ട്. സ്കീമിൻ്റെ നിയമം അനുസരിച്ച് അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. OEC ആണ്. സ്കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൈവറ്റ് സെക്ടർ കൂടി അപ്ലൈ ചെയ്യുന്നതിന് ഫീ ആയി ചെയ്യേണ്ടതുണ്ടോ? സ്കീം 2024 അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കൽ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് MBBS ആണോ, BDS ആണോ, അഗ്രികൾച്ചർ ആണോ, വെറ്റിനറി ആണോ, ഗവൺമെൻറ് മേഖലയാണോ, സ്വകാര്യ മേഖലയാണോ ഒന്നുമില്ല. അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് പ്രൈവറ്റ് മേഖല എന്നൊക്കെയുള്ളത് വരുന്നത്. ഇവിടെ നമ്മൾ മെഡിക്കൽ എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാകും. ആർമി നേഴ്സിംഗ് ഡീറ്റെയിൽസിനെ കുറിച്ചൊന്ന് പറയാമോ സാർ? BSc നേഴ്സിങ്ങിന് ഏറ്റവും ചിലവ് കുറഞ്ഞുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആർമി മെഡിക്കൽ കോളേജുകളിലെ BSc നേഴ്സിങ്ങിന്. പഠിക്കുന്നതിനോ യാത്രാ ചെലവിനോ ഫുഡ് ആൻഡ് അക്കോമഡേഷനോ ഒന്നും 1 രൂപ പോലും നമുക്ക് മിലിറ്ററി നേഴ്സിങ്ങിന് ചിലവാവുകയില്ല. എന്നാൽ നീറ്റ് 2024 സ്കോറിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ പ്രവേശനം കിട്ടുന്നത്. 5ഓളം ആർമി കോളേജുകളിൽ ഏതാണ്ട് 225ഓളം BSc നേഴ്സിംഗ് സീറ്റുകളാണ് നീറ്റിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം AFMC പൂനെയിലേക്ക് വിളിച്ചിട്ട് ടോളർ അതുപോലെ
മെഡിക്കൽ ഫിറ്റ്നസ്, ഇൻ്റർവ്യൂ, അതിനുശേഷം മിലിറ്ററിയിലോട്ട് കമാൻഡിങ് പദവിയിൽ കമാൻഡറായിട്ട് പദവി, അവിടെ BSc നേഴ്സായിട്ട് ജോലി കിട്ടിയെന്നല്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയെന്നല്ല നമ്മൾ പറയുന്നത്. നേഴ്സ് അവിടെ നമുക്ക് മിലിറ്ററിയിൽ കമാൻഡറായിട്ടാണ് ജോലി കിട്ടുന്നത്, ചേരുന്നത് നമ്മൾ BSc നേഴ്സിംഗ് ആണെങ്കിൽ പോലും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് യാതൊരുവിധ ചിലവുകളില്ലെന്നുള്ളതും പഠിച്ചിറങ്ങിയാൽ തന്നെ വളരെ ഉയർന്ന ജോലിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പ്രവേശനം കിട്ടുമെന്നുള്ളതാണ് MNSൻ്റെ പ്രത്യേകത. സർ, കീം ആപ്ലിക്കേഷൻ ഫോമിൽ ആധാർ വെരിഫിക്കേഷൻ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിൽ വരുമോ? നീറ്റ് 2024 പോലെ ഒരു ആധാർ നമ്പറോ ഒരു വാലിഡ് ID പ്രൂഫോ കൊടുത്തല്ല കേരള മെഡിക്കലിന് കയറേണ്ടത്. അതിനങ്ങനെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സേ ഇല്ല. ആധാർ നമ്പർ തന്നെ മാൻഡേറ്ററി ആക്കിയിട്ടില്ല കീമിന്. സർ, EWS കാറ്റഗറിയിലാണ് നീറ്റിന് അപ്ലൈ ചെയ്തത്. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റാനുള്ള ടൈം എപ്പോഴാണ്? 2 സമയത്ത് മാറ്റാം. ഒന്ന് വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി, ഇപ്പോൾ മാർച്ച് 10-ാം തീയതിക്ക് ശേഷം വരുന്ന വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ ആപ്ലിക്കേഷൻ ജനറലോട്ട് മാറ്റുകയും ബാക്കിയുള്ള 100 രൂപ അടയ്ക്കുകയും ചെയ്യാം. ഇതല്ലെങ്കിൽ ജൂൺ 14-ാം തീയതി നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ജൂലൈ ആദ്യത്തെ ആഴ്ച mcc.nic.in എന്ന വെബ്സൈറ്റിൽ ഓൾ ഇന്ത്യ കോണ്ടക്റ്റിനുള്ള രജിസ്ട്രേഷൻ തുടങ്ങും. ആ രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ജനറലോട്ട് ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യാം. ഈ 2 സമയത്ത് നമ്മൾ തിരുത്തിയില്ല എന്നിരിക്കട്ടെ, നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നത് OBC നോൺ ക്രിമിനൽ ആയിട്ട് വരികയും അല്ലെങ്കിൽ EWS ആയിട്ട് വരികയും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ കിട്ടിയ അഡ്മിഷൻ ക്യാൻസലായി പോവുകയും തൊട്ടടുത്ത റൗണ്ടിൽ ജനറലായിട്ട് പരിഗണിക്കുകയും ചെയ്യും. സർ, അടുത്തൊരു ചോദ്യം, ഡു ഐ നീഡ് ടു അപ്ലോഡ് ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഫോർ 10th വൈൽ അപ്ലൈയിങ് ഫോർ കീം? മൈ എക്സാം ഈസ് കേംബ്രിഡ്ജ് 011. ഈ നമുക്ക് 10ാം ക്ലാസ് IGCS അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിലൊക്കെ പഠിച്ചവർക്ക് 10ാം ക്ലാസ് എന്ന് പറഞ്ഞൊരു മാർക്ക് ലിസ്റ്റ് ഇല്ല. അപ്പോൾ കീം 2024 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചോദിച്ചിരിക്കുന്നത്. അതിന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഡീറ്റെയിൽസ് ഉള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപേക്ഷിക്കുന്ന സമയത്ത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട. സർ, ESI കോട്ടയെ പറ്റി ഒന്ന് പറയാമോ? ESI മെഡിക്കൽ കോളേജുകൾ 11 എണ്ണമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജാണ് കൊല്ലം പാരിപ്പള്ളി, തമിഴ്നാട്ടിൽ കോയമ്പത്തൂരും ചെന്നൈയും, കർണാടകത്തിലെ ബാംഗ്ലൂരും ഗുൽബർഗയും, പിന്നെ ആന്ധ്ര, ബീഹാർ, രാജസ്ഥാൻ, പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടി 11 കോളേജുകളാണുള്ളത്. ഈ 11 കോളേജുകളിലെ 50% സീറ്റുകൾ ഈ കോളേജുകൾ ഏത് സ്റ്റേറ്റിലിരിക്കുന്നോ അവർക്ക് മാത്രമുള്ളതാണ്. അത് ESI വേണമെന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഈ സ്റ്റേറ്റ് കോട്ട വഴി കൊല്ലം പാരിപ്പള്ളിയിലൊക്കെ അഡ്മിഷൻ കിട്ടും. കേരളത്തിലുള്ളവർക്ക്, തമിഴ്നാട്ടിലുള്ളവർക്ക് മാത്രമേ തമിഴ്നാടിൻ്റെ 50% കിട്ടുകയുള്ളൂ. എന്നാൽ ഇവിടുത്തെ 15% സീറ്റുകളും അതുപോലെ ഓൾ ഇന്ത്യ കോട്ട വഴി എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, ഒരൊറ്റ വിൻഡോ വഴി. അവിടെ നമുക്ക് ESI വേണമെന്നൊന്നുമില്ല. പിന്നെ മിച്ചമുള്ളത് എത്രയാണ്? 50% സ്റ്റേറ്റ് കോട്ടയ്ക്ക് പോയി, 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പോയി. മിച്ചമുള്ളത് 35% സീറ്റുകളാണ്. 456 സീറ്റുകളാണ് അങ്ങനെ MBBSനുള്ളത്. വാർഷിക ഫീസ് 24,000 രൂപ. ഇത് ESI IP സീറ്റുകൾ എന്നറിയപ്പെടും. അപ്പം നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ അച്ഛനോ അമ്മയോ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുകയും അവരുടെ ശമ്പളത്തിൽ നിന്ന് 2023 സെപ്റ്റംബർ മുതൽ ESIയുടെ വിഹിതം കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ 456 സീറ്റുകൾ. അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാൾ നമ്മളെപ്പോലെ പ്രൈവറ്റ് ജോലികൾ, CBC സ്കൂള്, സൂപ്പർ മാർക്കറ്റ്, അതുപോലെ വളരെ ചെറിയ പ്രൈവറ്റ് ജോലികളുണ്ടെങ്കിൽ അവർക്ക് ESI വിഹിതമുണ്ടായിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് 2023 സെപ്റ്റംബർ മുതൽ ESI വിഹിതം അടയ്ക്കുന്നവരുടെ മക്കൾക്കുള്ളതാണ് ഈ 11 ESI മെഡിക്കൽ കോളേജുകളുടെയും 456 ESI IP MBBS. 24,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. 4.5 വർഷം പഠിത്തം, 1 വർഷം ഹൗസ് റെൻസി, അതിനുശേഷം 1 വർഷം ESIയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വളരെ ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലിയും ലഭിക്കും. സർ, നീറ്റ് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ജനറൽ സെലക്ട് ചെയ്തു, മദർ OBC ആണ്, ഇനി അത് മാറ്റാൻ പറ്റുമോ സർ? നമുക്ക് ഒരു കുട്ടിക്ക് 2 ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്, ഒന്ന് നീറ്റിനും മറ്റൊന്ന് കീമിനും. നീറ്റിന് നമുക്ക് OBC ആണെങ്കിൽ തഹസീൽദാരിൽ നിന്നാണ് നോൺ ക്രിമിനൽ മേടിക്കേണ്ടത്, കേരളത്തിലാവട്ടെ വില്ലേജ് ഓഫീസറിൽ നിന്നും. തഹസീൽദാർ നോൺ ക്രിമിനൽ തരണമെങ്കിൽ വളരെ വ്യത്യസ്തമായ നിയമങ്ങളും വളരെ കർശനമായ നിയമങ്ങളുമാണ്. അച്ഛനും അമ്മയും OBC ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അച്ഛൻ്റെ ജാതി എന്താണ്, അല്ലെങ്കിൽ കുട്ടി ഏത് സമുദായത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ അറിവുണ്ടെങ്കിൽ മാത്രമേ തഹസീൽദാർ നോൺ ക്രിമിനൽ തരികയുള്ളൂ. അത് തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിനൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നീറ്റിന് OBCന്ന് വെക്കുകയും ചെയ്യാവുള്ളൂ. എന്നാൽ കേരള മെഡിക്കലിന് കുറച്ചും കൂടെ ലിബറലാണ്. നമുക്ക്
അച്ഛനോ അമ്മയോ വിവിധ സമുദായത്തിൽ പെടുകയും അതിലേതെങ്കിലും ഒരു സമുദായത്തിന് കൂടുതൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ വരെ നമുക്ക് ക്ലെയിം ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അമ്മ OBC ആണ് എന്ന് വെച്ചതുകൊണ്ട് മാത്രം നീറ്റിനൊരിക്കലും OBC എന്ന് വെക്കാനാവില്ല. അത് കേരളത്തിൽ വെക്കാം. എങ്ങനെ വെക്കാം? വില്ലേജ് ഓഫീസർ നോൺ ക്രിമിനൽ തരുമെങ്കിൽ മാത്രം. സർ, കാറ്റഗറി NCL OBC എന്ന് കൊടുത്തു, മൈനോറിറ്റി നോ എന്നാണ് കൊടുത്തത്. എഡിറ്റ് ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ മൈനോറിറ്റി എന്നൊരു കോളം നമ്മളുടെ ഒരു ഡേറ്റാബേസ് കളക്ഷൻ വേണ്ടി മാത്രമാണ്. അതിനകത്ത് അവിടെ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലോ എയിംസിലോ ജിമ്മറിലോ ഒന്നും മൈനോറിറ്റി സീറ്റുകളില്ല. അതുകൊണ്ട് OBC എന്ന് വെച്ചവരെല്ലാം മൈനോറിറ്റി എന്ന് കൊടുക്കേണ്ടതായിട്ടില്ല. സാർ, CBSE പഠിച്ച കുട്ടിക്ക് നേറ്റിവിറ്റി തെളിയിക്കാൻ ഏത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം? കീം 2024 ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റാണ് അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചു എന്ന് കാണിക്കുന്ന, കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് സ്റ്റേറ്റ് സിലബസ് ആണ് പഠിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് എന്നൊരു കോളം, അതിനകത്ത് കേരളത്തിലൊരു സ്ഥലവും കാണിക്കും. അത് മതിയാകും നേറ്റിവിറ്റിക്ക്. എന്നാൽ നമ്മുടെ കാൻഡിഡേറ്റ് CBSE ആണ് പഠിച്ചത്. അതിനകത്ത് 10ാം ക്ലാസ്സിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് എന്നൊരു കോളം ഇല്ല. അതുകൊണ്ട് അത് നേറ്റിവിറ്റി ആയിട്ട് ഉപയോഗിക്കാനാവുകയുമില്ല. പകരം അക്ഷയ സെൻറ്ററിൽ നിന്ന്, കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ അക്ഷയ സെൻറ്ററിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കീം 2024 നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് നേറ്റിവിറ്റിയുടെ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയി കുട്ടി കേരളത്തിൽ ജനിച്ചതാണെന്ന് എഴുതി മേടിക്കുകയോ ചെയ്യാം. സർ, മദർ മുസ്ലിം, ഫാദർ ഈഴവ, മോളുടെ സർട്ടിഫിക്കറ്റ് ഈഴവ എന്നാണ് നോൺ ക്രിമിലിയർ കിട്ടി. ഇനി മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അതിന് വാലിഡിറ്റി ഉണ്ടോ? നമുക്ക് അച്ഛനും അമ്മയും വിവിധ സമുദായത്തിൽ പെടുകയും നമുക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഈഴവയുടെ റിസർവേഷൻ നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാൻഡിഡേറ്റിൻ്റെ പേരിൽ കിട്ടുമെങ്കിൽ, അവിടെ മൈനോറിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ പേരിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചാൽ മൈനോറിറ്റിയും ലഭിക്കും. സാർ, നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ആധാർ കാർഡിൽ അഡ്രസ്സിൽ തെറ്റുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പലരും ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് നീറ്റിനകത്ത് ഒരു അഡ്രസ്സാണ്, യഥാർത്ഥത്തിൽ ഞാൻ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ വേറെ അഡ്രസ്സാണ് കൊടുത്തത്, അപ്പോൾ ഇത് വെരിഫൈ ചെയ്യുമോ? അല്ലെങ്കിൽ 2-3 സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട് ആധാറിൻ്റെ അഡ്രസ്സിന്, അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. അഡ്രസ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമുള്ളതാണ്, അത് വെരിഫൈ ചെയ്യുന്നതല്ല. ആധാറിലെ പോലെ അഡ്രസ്സ് വേണമെന്ന് എങ്ങും പറയുന്നില്ല. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ വേണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടെന്ന് മാത്രം. സർ, ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ XMS വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണോ? നമുക്ക് നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു. നമുക്ക് 3 പേജുള്ള PDF ഫോം ആപ്ലിക്കേഷൻ കിട്ടിയാൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് ഉറപ്പിക്കാം. മുസ്ലിം മൈനോറിറ്റി കിട്ടാൻ ഏത് സർട്ടിഫിക്കറ്റാണ് കീമിന് അപ്ലോഡ് ചെയ്യേണ്ടത്? വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുസ്ലിംസ് ആണെങ്കിൽ അത് OBC ആയിട്ടും മൈനോറിറ്റി ആയിട്ടും ഉപയോഗിക്കാം. വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമിനൽ കിട്ടാത്തവർ മുസ്ലിം എന്ന് കാണിക്കുന്ന ഏത് രേഖയും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തഹസീൽദാരിൽ നിന്നുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഇവരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ മൈനോറിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം. നോൺ ക്രിമിനൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും. ആ ഒരേ സർട്ടിഫിക്കറ്റ് 2 ഇടത്ത് അപ്ലോഡ് ചെയ്ത് OBCന്നും മൈനോറിറ്റിയും നമുക്ക് ക്ലെയിം ചെയ്യാം. സർ, ആധാറിലും സർട്ടിഫിക്കറ്റിലും പുതിയ അഡ്രസ്സാണ്. EWS റേഷൻ കാർഡിലെ അഡ്രസ്സ് വേറെയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? നമുക്ക് നമ്മുടെ വില്ലേജ് ഓഫീസർ കൺവിൻസ് ചെയ്ത് നമുക്ക് EWS തന്നു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ അഡ്രസ്സിൻ്റെ യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് വില്ലേജ് ഓഫീസർ ഈ 2 അഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയുമോ ഇത് ഇവിടെ നിന്നല്ല തരേണ്ടതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള അഡ്രസ്സ് ഏത് കാർഡ് പോലെ ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സർ, കേരളത്തിലെ ക്രിസ്ത്യൻ കോളേജസിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഏത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്? RC വിഭാഗം മൈനോറിറ്റി ആകുമോ? ആരാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്? നമുക്ക് കേരളത്തിൽ 7 സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റേതായിട്ടുള്ളത്. അമലയും, ജൂബിലിയും, പുഷ്പഗിരിയും, കോലഞ്ചേരിയും, ബിലീവേഴ്സും, സോമർവെല്ലും, മൗണ്ട് സിയോണും. ഇവിടെ 400 സീറ്റുകളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമായിട്ട് 7.5 ലക്ഷം രൂപ വാർഷിക ഫീസിൽ നമുക്ക് കിട്ടുന്നത്. ഈ മൈനോറിറ്റി ആയിട്ട് പരിഗണിക്കാനായിട്ട് 2018 ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളും, റോമൻ കാത്തലിക്സ്, മാർത്തോമ, യാക്കോബൈറ്റ്, ഓർത്തഡോക്സ്, ഏത് ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും കൂടി ഒരുമിച്ച് ഓൾ ക്രിസ്ത്യൻ AC എന്ന കാറ്റഗറിയിലാണ് പരിഗണിക്കുന്നത്. അതിനു മുമ്പ് വരെ മാർത്തോമേറ്റിന് ഇന്ന കോളേജ് സീറ്റ്, യാക്കോബൈറ്റ്സിന് ഇന്ന കോളേജ് സീറ്റ്, റോമൻ കാത്തലിക്സിന് ഇന്ന കോളേജിൽ, ഓർത്തഡോക്സിന് ഇന്ന കോളേജ് എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഏകീകരിച്ചാണ് ഓൾ ക്രിസ്ത്യൻ എന്ന വിഭാഗത്തിൽ ഈ 7 കോളേജുകളിലെ 400 സീറ്റിൽ പരിഗണിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട്
ക്രിസ്ത്യൻ എന്ന് കാണിക്കുന്ന ഏത് ഗവൺമെൻറ് പ്രൂഫും അംഗീകരിക്കും. കുട്ടിയുടെ 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആവുകയും അതിനകത്ത് ക്രിസ്ത്യൻ എന്നുണ്ടെങ്കിൽ അത് മതി, അത് മൈനോറിറ്റിയാണ്. കുട്ടിയുടെ TCക്കകത്തോ പാസ്പോർട്ടിനകത്തോ ഏതിനകത്തെങ്കിലും ഒരു ഗവൺമെൻറ് പ്രൂഫിനകത്ത് ക്രിസ്ത്യൻ എന്നുണ്ടെങ്കിൽ അത് മൈനോറിറ്റി ആയിട്ട് അംഗീകരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയും മൈനോറിറ്റി ആയിട്ട് ഉപയോഗിക്കാം. സർ, EWS സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എത്ര ഇയർ ആണ്? ലാസ്റ്റ് ഇയർ എടുത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ആൻഡ് ക്രിസ്ത്യൻ മൈനോറിറ്റി ആൻഡ് EWS റിസർവേഷൻ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മൈനോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗം എല്ലാം മൈനോറിറ്റിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ജനറൽ ആയിട്ടുള്ളവർക്ക് EWS ആയിട്ടും കിട്ടും, മൈനോറിറ്റി ആയിട്ടും കിട്ടും. രണ്ടും ഒരു കുട്ടിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. EWS സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് എടുത്ത ദിവസം മുതൽ 1 വർഷമാണ്. അപ്പം ഇപ്പോൾ കേരളയുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്, ആ സമയത്ത് കഴിഞ്ഞ വർഷം എടുത്ത സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ, അപ്പോൾ കഴിഞ്ഞ വർഷം മാർച്ച് 15 ശേഷം എടുത്തതാണെന്നിരിക്കട്ടെ, അത് ഈ വർഷം ഉപയോഗിക്കാം. അതിന് മുമ്പ് എടുത്തതാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം 1 വർഷം അതിന് വാലിഡിറ്റി ഉള്ളൂ. അതിന് മുമ്പാണ് എടുത്തതെങ്കിൽ പുതിയതെടുക്കേണ്ടതായിട്ട് വരും. സർ, ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എനി ഫോമാറ്റ് അവൈലബിൾ ഫ്രം വെയർ വിൽ ഐ ഗെറ്റ്? ഇറ്റ്സ് അവൈലബിൾ ഇൻ അക്ഷയ സെൻറ്റർ. അക്ഷയ സെൻറ്റർ എന്നുള്ള ഓൺലൈനായിട്ടുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ മൈനോറിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതുകൂടാതെ കേരള 2024 പ്രോസ്പെക്ടസിനകത്ത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി മേടിക്കുകയാണെങ്കിലും ക്രിസ്ത്യൻ കോളേജുകളിൽ മൈനോറിറ്റി റിസർവേഷൻ ലഭിക്കും. സർ, OBC NCL ആണ്, വരുമാനം 8 ലക്ഷം. കീം എഞ്ചിനീയറിംഗിന് അപേക്ഷിക്കുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് വെച്ചാൽ പ്രയോജനമുണ്ടോ? നമുക്ക് നോൺ ക്രിമിലെയറിനും വരുമാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് താങ്കൾക്ക് 8 ലക്ഷമോ അതിൽ താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ച് നടത്തേണ്ട OBC അത് ബാധിക്കില്ല. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള OBC സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിലെയർ ഉണ്ടെങ്കിൽ താങ്കൾക്ക് OBC റിസർവേഷൻ കിട്ടും. എന്നാൽ വരുമാനം തീർത്തും കുറഞ്ഞ അല്ലെങ്കിൽ 25,000 രൂപ, അല്ലെങ്കിൽ 50,000 രൂപ, അല്ലെങ്കിൽ 1 ലക്ഷം, 2 ലക്ഷം ഒക്കെയാണ് വാർഷിക വരുമാനമെങ്കിൽ ഫീ വേവർ സ്കീം കിട്ടും. 8 ലക്ഷമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളം OBCയിൽ മാത്രമേ കിട്ടുകയുള്ളൂ, ഫീ വേവർ സ്കീം കിട്ടുകയില്ല. സാർ, എൻ്റെ ആധാർ കാർഡ് അപ്ഡേഷൻ വന്നിട്ടില്ല, ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനി എന്താ ചെയ്യുക? നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോയിൽ കാൻഡിഡേറ്റിൻ്റെ തന്നെ ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാണ് ഒരു ലോഗിനിലോട്ട് പ്രവേശിക്കേണ്ടത്. ഒരു യൂണിക് ID, അതിൽ മാറ്റമൊന്നും ഇതുവരെ നീറ്റ് NTA കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് അക്ഷയ കേന്ദ്രം വഴി അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഇന്നോ നാളെയോ പ്രതീക്ഷിക്കുന്നു. സാർ, എക്സ് സർവീസ്മാൻ ആൻഡ് സർവീസ്മാൻ റിസർവേഷൻ ഒരു കുട്ടിക്ക് കിട്ടുമോ? ഫാദർ ഈസ് ആൻ എക്സ് സർവീസ്മാൻ ആൻഡ് നൗ ഹീ ഈസ് ഇൻ സർവീസ് പേഴ്സൺ. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് എക്സ് സർവീസ്മാൻ ആയിട്ട് റിട്ടയർ ചെയ്യുകയും വീണ്ടും മിലിറ്ററിയിൽ തന്നെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും കിട്ടും. എക്സ് സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, സർവീസ് ഇൻ ഡിഫൻസ് പേഴ്സൺ എന്നുള്ള SD കാറ്റഗറിയിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സാർ, ഞാൻ OEC ആണ്, എനിക്ക് കീമിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി, പക്ഷേ അത് തഹസിൽദാരിൽ നിന്നുള്ളതാണ്, കുഴപ്പമുണ്ടോ? OEC ആണെന്നുണ്ടെങ്കിൽ തഹസീൽദാർ എന്നുള്ള സർട്ടിഫിക്കറ്റ് പോരാ, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സാർ, ഡിസബിലിറ്റി ഉള്ള കൊച്ചിന് എത്ര മിനിമം മാർക്ക് വേണം? നമ്മുടെ ഡിസബിലിറ്റിയുടെ പേഴ്സൻറ്റേജ് അനുസരിച്ചിരിക്കും. നമുക്ക് 40% മുകളിൽ ഉണ്ടാവുകയും അതിൻ്റെ ബെഞ്ച് മാർക്ക് വളരെ ഉയർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 130 മാർക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ 110 മാർക്കാണെങ്കിൽ പോലും ഗവൺമെൻറ് മേഖലയിൽ MBBS സീറ്റ് ലഭിക്കും. സാർ, ആധാർ കാർഡിൽ ഫോട്ടോ ഓൾഡ് ആണ്, അതിന് കുഴപ്പമുണ്ടോ? നമുക്കിപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ID പ്രൂഫായിട്ട് ആധാർ കൊടുത്തെന്ന് വിചാരിക്കുക. പക്ഷേ മെയ് 5-ാം തീയതി ചെല്ലുമ്പോൾ നമുക്ക് പുതിയ ഫോട്ടോ ഉള്ളത് നിർബന്ധമായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്തേക്കുക, എന്നിട്ട് ആ ആധാറിൻ്റെ എൻറോൾമെൻറ്റ് ഫോമോ അല്ല പുതിയ ആധാറോ ആയിട്ട് പോയാൽ മതിയാകും. പഴയ ഫോട്ടോ ഉള്ള ഒരു ആധാറുമായിട്ട് ദയവായിട്ട് പോകരുത്. അങ്ങനെയാണ് പഴയ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ +2 ഹോൾ ടിക്കറ്റോ പാൻ കാർഡോ പാസ്പോർട്ടോ വേറൊരു ഫോട്ടോ ID ഉപയോഗിക്കുക. മെയ് 5-ാം തീയതി അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നമ്മളൊരു വാലിഡ് ID പ്രൂഫ് കൊണ്ടുപോകുന്നത് ഏറ്റവും പുതിയ ഫോട്ടോ ഉള്ള കാൻഡിഡേറ്റിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കണം. സാർ, എൻ്റെ മകൾക്ക് നീറ്റിന് എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ ഒരു കോഡ് നമ്പർ 2 കൊടുക്കേണ്ടത് 4 ആണ് കൊടുത്തത്. അതോ ഈ 9-ാം തീയതിക്ക് ശേഷം തിരുത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, എന്താണ്, തിരുത്തേണ്ട ആവശ്യമുണ്ടോ? സാർ, നമ്മൾ കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളിലും അതിന് മറുപടി പറഞ്ഞതാണ്. നമ്മൾ എക്സാം ക്വാളിഫിക്കേഷനായിട്ട് ഒരു കോഡ് 2, 3, 4, 5, 6 എന്നുള്ളത് നീറ്റ് കൊടുത്തിട്ടുണ്ട്. അതവർക്ക് ഡേറ്റാബേസ് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മളുടെ പരീക്ഷയെ ബാധിക്കുന്നതല്ല.
2 കൊടുത്താലും 3 കൊടുത്താലും 4 കൊടുത്താലും 5 കൊടുത്താലും 6 കൊടുത്താലും എല്ലാം നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ലാതെ ക്വാളിഫൈഡ് ആണ്. അത് വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ മാറ്റേണ്ടതായിട്ടില്ല. സർ, +2 എക്സാം ഇപ്പോൾ എഴുതുന്നു. നീറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ +2 രജിസ്റ്റർ നമ്പർ ചേർത്തിട്ടില്ല. ഇനി ചേർക്കാൻ കഴിയുമോ? നമുക്ക് നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ 2024 ബോർഡ് എക്സാം എഴുതുന്നവർക്ക് രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആ റോൾ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അത് എൻ്റർ ചെയ്തില്ല എന്നുള്ളത് തെറ്റല്ല. നമുക്കത് അഡ്മിഷൻ സമയത്ത് നമുക്ക് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് തന്നെയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി വേണമെങ്കിൽ തിരുത്താം, പക്ഷേ പ്രാധാന്യമുള്ളതല്ല. സർ, പ്ലീസ് റിപ്ലൈ EWS കാറ്റഗറിക്ക് എത്ര മാർക്ക് കിട്ടണം നീറ്റിൽ? EWS സെൻട്രൽ തഹസീൽദാർ എന്നുള്ളതാണോ വില്ലേജ് ഓഫീസർ എന്നുള്ളതാണോ മെൻഷൻ ചെയ്തിട്ടില്ല. തഹസീൽദാരിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 2023 ജനറൽ വിഭാഗത്തിന് 610 മാർക്ക് വരെ കിട്ടിയപ്പോൾ EWS വിഭാഗത്തിന് 607 ആണെങ്കിലും പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം തഹസീൽദാരുടെ EWS സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ESA IP ആയിരിക്കണം, അവിടെ വലിയ വ്യത്യാസമുണ്ട്. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 860 കേരള മെഡിക്കൽ റാങ്ക് വരെ 640 വരെയുള്ളവർക്ക് ഗവൺമെൻറ് MBBS പ്രവേശനം കിട്ടിയിട്ടുള്ളെങ്കിൽ EWS വെച്ച് 3300 വരെ 585 മാർക്കാണെങ്കിലും MBBS സീറ്റിന് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. സർ, അടുത്തൊരു ചോദ്യം, നീറ്റ് സ്കോർ നീഡഡ് ഫോർ ESI BSc നഴ്സിംഗ്. തീർച്ചയായിട്ടും നമുക്ക് ESIക്ക് 2 കോളേജുകളിലാണ് BSc നഴ്സിംഗ് സീറ്റുകളുള്ളത്. 40 സീറ്റുകളാണ്. അതായത് IP വാർഡുകൾക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് ഈ 2 കോളേജുകളിലെയും ഗുൽബർഗയിലെയും ബാംഗ്ലൂരിലെയും ESI മെഡിക്കൽ കോളേജുകളുടെ BSc നഴ്സിംഗിന് നീറ്റ് സ്കോറാണ് അടിസ്ഥാനം. അപ്പോൾ 2024 നീറ്റ് എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഉള്ളത്. ഇതാ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതിനെല്ലാം കൃത്യമായ വ്യക്തമായ മറുപടിയാണ് ശിവൻ സാർ പ്രേക്ഷകർക്ക് നൽകിയത്. അപ്പോൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.